ഇതെൻ്റെ റിമോട്ട് വർക്ക് സ്പേസ് ആണ്. അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എൻ്റെ ടെറസ് ഗാർഡനിലേക്കാണ്. 20 വർഷമായി ടെക്നോ പാർക്കിൽ IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ഞാൻ 15 വർഷത്തിലേറെയായിട്ട് ടെറസ് കൃഷിയും ചെയ്യുന്നുണ്ട്. നമുക്കിതിനെ ഒരു സെമി ഹൈടെക് കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. വൈദ്യുതി ആവശ്യമില്ലാത്ത ഒരു കുഞ്ഞൻ ഡ്രൈയിങ് യൂണിറ്റാണ്. വളരെ പോർട്ടബിളാണ്, സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ടെറസിലെ കൃഷികൾക്കൊക്കെ അധികമുണ്ടെങ്കിൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈയിങ് യൂണിറ്റാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഗ്രോത്തും നല്ലൊരു വിളവും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു ബ്രേക്ക് എടുക്കണമെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇറങ്ങി ഇതിലേ നടന്ന് ചെടികളൊക്കെ ഒന്ന് കണ്ട് അപ്പോഴത്തേക്ക് വളരെ നമുക്കൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ്. ജൈവ രീതിയിൽ ചെയ്താൽ വളർച്ച കിട്ടുമോ, നിങ്ങൾക്ക് വിളവ് കിട്ടുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാ 100% ജൈവ രീതിയിൽ ചെയ്തിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഇപ്പം ചീര ഏകദേശം എൻ്റെ ഒപ്പം ഉയരം വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമസ്കാരം, എൻ്റെ പേര് മാത്യൂസ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നാലാഞ്ചിറയ്ക്ക് അടുത്താണ് എൻ്റെ സ്ഥലം. 15 വർഷത്തിലേറെയായിട്ട് ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു, ഓൺ ദ വേ ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ ടെറസ് ഗാർഡൻ എത്തി നിൽക്കുന്നത്. ഞാൻ വീട്ടിൽ ആയിരിക്കുമ്പോൾ പോലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് പറയും. ഇപ്പോൾ കാര്യം നമുക്ക് വർക്ക് പ്രഷേഴ്സോ ടെൻഷൻസോ ഒക്കെ ഉള്ളൊരു ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള, അതായത് ഗാർഡനിങ് അല്ലെങ്കിൽ ചെടികൾ കാണുക, പൂക്കൾ കാണുക, ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മളെ റിഫ്രഷ് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ താല്പര്യമുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ കൃഷി ചെയ്യുന്നതിൽ കൃഷി ലാഭകരമാണോ, അത് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് വേണ്ടിയിട്ടുള്ള അത്രയും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സ്വയം കൃഷി ചെയ്ത് എടുക്കുന്ന അല്ലാത്ത ഒരു ഭക്ഷ്യവസ്തുവും സേഫാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമാണെന്ന് നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈവൻ ഓർഗാനിക് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ പോലും അതിലും പലപ്പോഴും വിഷാംശങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു നേരം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെയും ഒക്കെ നമുക്ക് കുറച്ച് അത്രയും വിഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം.